It will be clear for you when I tell you the story of 2 deserted tiger cubs. മരുഭൂമിയിലെ 2 കടുവകളുടെ വാലുകൾ ഞാനൊരു കപ്പിൽ വരച്ചു കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം കൂടുതൽ വ്യക്തമാകുമെന്നാണ് മാഡം നമ്മളോട് പറയുന്നത്. ഇയാളത് പരിഭാഷപ്പെടുത്തി കൊല്ലുമല്ലോ. സത്യം, ഇയാളുടെയൊക്കെ കോൺഫിഡൻസ് സമ്മതിക്കണം. എന്തൊക്കെ മണ്ടത്തരങ്ങളെ വിളിച്ച് പറയുന്നത്. ദിവ്യ, സർ, യു ആർ റൈറ്റ്. ആ വരികൾ തർജ്ജമ ചെയ്താണെങ്കിലോ മറ്റേതെങ്കിലും ഒരു ഭാഷ എന്നുള്ള ട്രാൻസ്ലേഷൻ. It's a translation from an original Latin quote by an 18th century physician called Giovanni Morgani. Yes. ലണ്ടനിൽ ആദ്യത്തെ പോസ്റ്റ്മോർട്ടം റൂമിന്റെ പുറത്ത് എഴുതി വച്ചിരിക്കുന്ന വാചകങ്ങൾ. ഡോക്ടർ സതീഷ് മാധവൻ പറഞ്ഞതനുസരിച്ച് വിളിക്കുന്നതാണ്. ഐ ആം ഡോക്ടർ ഗോവിന്ദരാജ്. സാറ് പറഞ്ഞ വാചകങ്ങളുണ്ടല്ലോ, അത് കേരളത്തിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടുള്ളതായിട്ട് എനിക്കറിയാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അനാട്ടമി ഡിസെക്ഷൻ ഹാളിന്റെ ഉള്ളിൽ എഴുതി വെച്ചിരുന്ന വാചകങ്ങളാണ്. Let conversation cease, let laughter flee. This is the place where death delights to help the living. അപ്പോ ഇനി 2 കൊലകൾ കൂടി. സർ, ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻസ് ആണ് ഡിസെക്ഷൻ ഹാളിൽ വരുന്നത്. ഒരു ബാച്ചിൽ 200 കുട്ടികൾ. ഞങ്ങൾ അവരെ 20 പേരുടെ ബാച്ചുകളായി ഗ്രൂപ്പുകളായി തിരിക്കും. മാഡം, ആ കാണുന്ന ടാങ്കുകളൊക്കെ എന്താണ്? ഫോർമലിൻ ടാങ്ക്സ്. അടുത്ത ദിവസം ഡിസെക്ഷനുള്ള കഡാവേഴ്സ് അതിനകത്താണ് ഇട്ടുവെക്കുന്നത്. മാഡം, ഈ സ്ഥലത്ത്, ഐ മീൻ ഈ പർട്ടിക്കുലർ ഹാളിൽ വെച്ചിട്ട് ഒരു ക്രൈമിലേക്കോ കൊലപാതകത്തിലേക്കോ നയിക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഇൻസിഡൻസ് നടന്നായിട്ട് ഓർക്കുന്നുണ്ടോ? സർ, ഞാനിവിടെ അനാറ്റമി ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്തിട്ട് 14 വർഷമായി. ഇങ്ങനെ എന്തെങ്കിലും നടന്നായിട്ട് എനിക്ക് ഓർമ്മയില്ല. സാർ, ഞാൻ ഈ കോളേജിൽ ജോയിൻ ചെയ്തിട്ട് 25 വർഷം കഴിഞ്ഞു. സാറിനറിയാമല്ലോ, ഇതൊരു സർക്കാർ സ്ഥാപനമാണ്. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വിവാദങ്ങളും വാർത്തകളും ആവുന്ന കോളേജുകളിലൊന്ന്. ഇവിടെ അത്തരത്തിൽ എന്തുണ്ടായാലും അത് തീർച്ചയായും ഒരു വാർത്തയാവാതിരിക്കുന്ന പ്രശ്നമില്ല. പ്രതികാരം ചെയ്യാൻ ഒരാളെയോ കൂട്ടക്കുരുതി ചെയ്യാൻ ഒരു സൈക്കോപാത്തിനെയോ പ്രേരിപ്പിക്കുന്ന കാരണങ്ങൾക്ക് മറ്റുള്ളവരുടെ കണ്ണിൽ അത്ര വലിയൊരു പ്രാധാന്യം ഉണ്ടായിക്കൊള്ളുന്നില്ല പ്രതാപ് സാർ. ഇവിടുന്ന് പഠിച്ചിറങ്ങിയ ആയിരക്കണക്കിന് സ്റ്റുഡൻസിന് മാത്രമല്ല, ഇവിടുത്തെ ടീച്ചേഴ്സ്, സ്റ്റാഫ്, എന്തിന് കീറിമുറിച്ച് പഠിക്കാൻ വേണ്ടി ഇവിടെ കിടത്തുന്ന കെടാവറുകൾക്ക് പോലും പറയാനുണ്ടാവും ഒരുപാട് കഥകൾ. താങ്ക് യു മാം. സർ, என்ன சொல்ல, அவன் ரொம்ப நல்ல பையன். படிப்புலேயும் ஃபஸ்ட்டு, ஸ்போர்ட்ஸ்லேயும் ஃபஸ்ட்டு. அவன் நல்லா பாடுவான். இப்படி ஆகிப்போச்சு சார். அவனுக்கு யாராவது எதிரிங்க இருந்தாக அறியாமோ? சார், இந்த பிஸ்னஸை நாங்கள் பரம்பரையாக பண்ணிட்டு வரோம். அதான் தெரியுமே, பிஸ்னஸ்னாலே எதிரிங்க இருக்க தானே சார் செய்வாங்க. இங்கே யாராவது அந்த மெடிசின் சம்பந்தப்பட்ட டாக்டர் இருக்காங்களா? அசோகனுக்கு ஒரு கசின் பொண்ணு இங்கேருந்து தான் கோயம்புத்தூர் மெடிக்கல் காலேജിൽ പഠിച്ചിട്ട് இருந்தா. നവീൻ, സജീവൻ, 2 പേരും അശോകന് മുമ്പ് കൊല്ലപ്പെട്ട ചെറുപ്പക്കാരാ. ഇവരാരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടോ? അല്ലെന്നാ ഇവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട யாரையாவது உங்களுக்கு தெரியுமா? சார், என் பையன் கேரளாவில் பிஸ்னஸ் ஆரம்பித்த போது ஒரு 2 தடவை அங்கே போயிருக்கேனே தவிர யாருமே எனக்கு தெரியாது சார்.